CMRL എക്സാലോജിക് കേസിൽ തുടക്കം മുതൽ തന്നെ വിഷയങ്ങൾ ഉന്നയിച്ചിരുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവാണ് AK ബാലൻ. ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് AK ബാലനാണ്. സഖാവെ, ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ഇതിൽ തുടക്കത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവും മാത്യു കുഴൽനാടനും തമ്മിൽ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ കേസ് എന്നുള്ളത്. എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം? അത് ഈ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കാത്ത ചില അണിയറ നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയനെ പ്രതിയാക്കുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ഉദ്ദേശം. സൂക്ഷ്മമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ രമേശ് ചെന്നിത്തലയെയും കുഞ്ഞാലിക്കുട്ടിയെയും പ്രതിയാക്കുക, അതായിരുന്നു ഉദ്ദേശം. അത് യഥാർത്ഥത്തിൽ പൊളിഞ്ഞു. പിണറായിക്ക് അതിലൊന്നുമില്ല എന്നുള്ളത് ഇവർക്കറിയാം. കാരണം ഈ രണ്ടുപേർക്കും നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നതിൽ മോശക്കാരല്ലല്ലോ. അപ്പോൾ പിന്നെ പിണറായിയെ ഒരു നിമിത്തമാക്കിയെടുത്ത് ഇതിൽ മുൻ പ്രതിപക്ഷ നേതാവിനെ കോർണർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇപ്പോൾ യഥാർത്ഥത്തിൽ KPCC-യും അതുപോലെ തന്നെ UDF-ഉം ഈ കേസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരുന്നോ? അവരുടെ സമ്മതത്തോടു കൂടിയിട്ടാണോ മാത്യു കുഴൽനാടൻ ഈ റിവിഷൻ അപ്പീൽ കൊടുത്തത്? ഇതാണ് എൻ്റെ ഈ വിധിക്ക് ശേഷമുള്ള എൻ്റെ പ്രധാനപ്പെട്ട ഒരാരോപണം. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ റെസ്പോണ്ടൻ്റ് ആക്കുന്നതോടൊപ്പം കുഞ്ഞാലിക്കുട്ടിയെയും രമേശ് ചെന്നിത്തലയെയും റെസ്പോണ്ടൻ്റ് ആക്കാൻ എന്താണ് കാരണം? പിണറായിനെ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരെ? മറ്റുള്ളവരെ എന്തിനാണ് ഇതിനകത്ത് UDF-ൻ്റെ നേതാക്കളെ എന്തിനാണ് കുഴൽനാടൻ ഇതിൽ കൊണ്ടുവന്നത്? അവിടെയാണ് ഈ കോൺഗ്രസിൻ്റെ ഇടയിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഒരുപടി ആൾക്കാരുണ്ടല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട ആളാണല്ലോ രമേശ് ചെന്നിത്തല. അപ്പോൾ ആ പിക്ചറിൽ നിന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദ നിലനിൽക്കുമ്പോൾ അതിനർഹനല്ല അയാൾ എന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ചിത്രം വരച്ച് കാട്ടുന്നതിനാണ് ഇതിനെ ഉപയോഗപ്പെടുത്തിയത്. VD സതീശൻ്റെ ആവശ്യം കൂടിയായിരുന്നു. VD സതീശൻ്റെ പിന്നെ അറിവുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധിക്ക് ശേഷം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ ഹൈക്കോടതി വിധിക്ക് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ വിധി വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും അല്ലേ ഇപ്പോൾ ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളൂ. ഒബ്സർവേഷനല്ല വിധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇത് SFIയുടെ മുമ്പിൽ കിടക്കുകയല്ലേ, കേസ് നടക്കുന്നു. അപ്പോൾ ജുഡീഷ്യൽ വേദിയെക്കാളും അദ്ദേഹം റിലേ ചെയ്യുന്നത് ആര്യാ? കേന്ദ്ര ഏജൻസിയാണ്. സാധാരണ നിലയിൽ VD സതീശനെ പോലുള്ള ഒരാളുടെ വായിൽ നിന്ന് വരാൻ പാടുള്ളതാണോ അത്? അപ്പോൾ എന്തും പറയുക, വായിക്ക് വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഇവർ പറയുന്നതിനോട് ഒരാൾക്കും വിശ്വാസ്യതയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ ഇമേജ് കൂടി, പിണറായിൻ്റെ ഇമേജ് കൂടി. ഇപ്പോൾ പൊതുവിൽ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞല്ലോ, വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന്. പിണറായി വിജയൻ 3.0ക്ക് സാധ്യതകളായി കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ തുടർച്ച ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയനെ പോലെ തന്നെ ഒട്ടും കുറയാത്ത ആൾ തന്നെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുക. അതിലൊരു വ്യത്യാസവും ഉണ്ടാവില്ല. വാചകം വളരെ മുഖ്യമന്ത്രി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. നേതൃത്വത്തിലെത്തുക മറ്റൊരാളായിരിക്കും എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മാത്രം എടുത്താൽ മതി. പ്രഗത്ഭനായിട്ടുള്ള പിണറായിനെ പോലെ തന്നെ ഉള്ള ആളായിരിക്കും. പിണറായിനെ പോലെ തന്നെ ഉള്ള, നിങ്ങൾക്കത് പല രൂപത്തിലും വ്യാഖ്യാനിക്കാം. പിണറായി നിൽക്കണോ അല്ല വേണോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായിട്ടുള്ള നേതൃത്വം ഉണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യും. അതിന് പകുതി സംഭാവന ഇവരാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ആര്?
കോൺഗ്രസ്. സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും ഉയരുന്ന ഒട്ടനവധി സംഭവങ്ങളിലാണ് ഇപ്പോൾ AK ബാലൻ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യമാണ്. അതിൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ UDFിൻ്റെയോ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നോ മാത്യു കുഴൽനാടൻ ഇത്തരത്തിലൊരു കേസുമായി മുന്നോട്ട് പോയതിൽ, അല്ല മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഇതിലുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ AK ബാലൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.